السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. سيقول لك المخلفون من الأعراب شغلتنا أموالنا وأهلنا فاستغفر لنا. يقولون بألسنتهم ما ليس في قلوبهم. قل فمن يملك لكم من الله شيئا إن أراد بكم ضرا أو أراد بكم نفعا بل كان الله بما تعملون خبيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള വിവരണത്തിനിടയിൽ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസുകളിലൂടെ വിവരിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ എത്തുമ്പോൾ ആ പ്രദേശത്തിന്റെ തൊട്ടിപ്പുറത്താണ് രാത്രിയിൽ താമസിക്കുക. തൊട്ടടുത്ത സ്ഥലത്ത് രാത്രി താമസിച്ച് ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആ പ്രദേശത്തേക്ക് അങ്ങോട്ട് എരച്ച് കയറിയിട്ട് അവിടെ പടപ്പുറപ്പാടും പടയൊരുക്കങ്ങളും പടയും നടത്താറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും രാത്രി തന്നെ ഖൈബറിന്റെ അടുത്തുള്ള പ്രദേശത്ത് എത്തി. അതേ അവിടെ വെച്ച് രാവിലെ സുബഹി നിസ്കാരം നിർവഹിച്ചതിന്റെ ശേഷം പ്രഭാതത്തിൽ ഖൈബർ എന്ന് പറയുന്ന യഹൂദികളുടെ കേന്ദ്രത്തിലേക്ക് എത്തി. യഹൂദികൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര പെട്ടെന്ന് മുഹമ്മദും സൈന്യവും വരുന്നുണ്ടെന്ന്. അവര് വിചാരിച്ചത് വഴിയിൽ എവിടെയോ ആണെന്നാണ്. രാത്രി തൊട്ടടുത്ത് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജൂതന്മാർക്ക് മനസ്സിലായിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രാത്രിയിൽ തൊട്ടടുത്ത സ്ഥലത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് അവിടെ വെച്ച് സുബഹി നിസ്കാരം നിർവഹിച്ച് പ്രഭാതത്തിലതാ ഖൈബറിലേക്ക് പൊടുന്നനെ എത്തിച്ചേർന്നപ്പോൾ യഹൂദികൾ ഈ വിവരമൊന്നും അറിയാതെ അവര് സാധാരണ അവരുടെ കൃഷിപ്പണിക്കഥ ആയുധങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. കൈക്കോട്ടും പിക്കാസും അതുപോലെ തന്നെ അവരുടെ ആയുധങ്ങളുമൊക്കെ ആയിട്ട് വല്ലാത്ത കാർഷികമായ സ്ഥലമാണ് ഖൈബർ. യഹൂദികൾ ധാരാളമായി കൃഷി ചെയ്ത് ഒട്ടേറെ സമ്പത്ത് വാരിക്കൂട്ടിയ പ്രദേശമാണ്. അത്തരത്തിലുള്ള ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമായിരുന്നു ഖൈബർ. അവര് സാധാരണ പോലെ രാവിലെ ഡ്യൂട്ടിക്കിറങ്ങിയിരിക്കുകയാണ് അവരുടെ പണിയായുധങ്ങളുമായി. ആ അവസരത്തിലാണ് നബിയെയും സഹാബത്തിനെയും അവർ കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ യഹൂദികൾ ഞെട്ടിപ്പോയി. ഒരു പറഞ്ഞു മുഹമ്മദ്. പേടിച്ചരണ്ടുകൊണ്ട് അവർ പറഞ്ഞു ദേ മുഹമ്മദ്, വല്ലാ മുഹമ്മദ്, മുഹമ്മദാണല്ലോ എത്തിയിരിക്കുന്നത്. വൽ ഖമീസ്, മാത്രമല്ലല്ലോ മഹാസൈന്യവും കൂടെയുണ്ട്. അക്ഷരാർത്ഥത്തിൽ അവർ പതറിപ്പോയി, പേടിച്ചരണ്ടു. അവര് മുഴുവൻ ആളുകളും അവരുടെ കോട്ട കൊത്തളങ്ങളിലേക്ക് ഭയവിഹ്വലരായിക്കൊണ്ട് ഓടി ഒളിക്കുകയാണ്. ഒന്നും രണ്ടും കോട്ടകളല്ല, ചെറുതും വലുതുമായ ധാരാളക്കണക്കിന് കോട്ടകൾ നിറഞ്ഞു കിടക്കുന്ന പ്രദേശമായിരുന്നു ഖൈബർ. അതിലായിരുന്നു യഹൂദികളുടെ താവളം, അതിലായിരുന്നു അവരുടെ ആയുധങ്ങൾ, അതിലായിരുന്നു അവരുടെ സമ്പത്ത്, അതിലായിരുന്നു അവരുടെ കാർഷികമായ ഉൽപ്പന്നങ്ങൾ, അതിലായിരുന്നു അവരുടെ സ്വർണവും വെള്ളിയും ദീനാറുകളും ദിർഹമുകളും എല്ലാ രൂപത്തിലുള്ള ശേഷികൾ കൊണ്ടും നിറഞ്ഞ സുശക്തമായ കോട്ടകളായിരുന്നു ഖൈബറിൽ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സഹാബത്തിനെയും പൊടുന്നനെ കണ്ട യഹൂദികൾ അവരുടെ കോട്ടകളിലേക്ക് ഉൾവലിഞ്ഞു.
ആ കോട്ടകളിൽ പ്രധാനപ്പെട്ട കോട്ടകൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നാഇം എന്ന കോട്ട, നത്വാത്ത് എന്ന കോട്ട, സഅബ് എന്ന കോട്ട, ഖമൂസ് എന്ന കോട്ട, ഇങ്ങനെയുള്ള ധാരാളം കോട്ടകൾ, ചെറുതും വലുതുമായ ധാരാളം കോട്ടകൾ. ഈ കോട്ടകൾക്കുള്ളിലേക്ക് മുസ്ലിമീങ്ങളെ എരച്ചു കയറി ബലപ്രയോഗത്തിലൂടെ മുസ്ലിമീങ്ങൾ കോട്ടകൾ ഓരോന്നായി കൊണ്ട് കീഴടക്കി. ഓരോ കോട്ടകളുടെയും അടുക്കൽ ചെന്ന് ശക്തമായ നിലക്കുള്ള ബലപ്രയോഗങ്ങളിലൂടെ സഹാബത്ത് കോട്ടകൾ കൈയടക്കുകയാണ്. ആ കോട്ടയിലുണ്ടായിരുന്ന യഹൂദികളെ ബന്ദികളാക്കി പിടിക്കുകയാണ്. പലരെയും കൊല്ലേണ്ടവരെ കൊന്നുകൊണ്ട് തന്നെ ശക്തമായി ചെറുത്തുനിൽപ്പ് നടത്തുകയും ആക്രമിക്കുകയും ചെയ്തവരെ ആ നിലക്ക് വകവരുത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സൈന്യം കോട്ടകൾ ഓരോന്നായി കൊണ്ട് കീഴടക്കിക്കൊണ്ടിരുന്നു. ഒരു പാറക്കുന്നിന്റെ മുകളിൽ നിലകൊണ്ടിരുന്ന ശക്തമായ ഒരു കോട്ടയുണ്ടായിരുന്നു. അതിന്റെ ചുറ്റും വലിയ കന്മതിലും ഉണ്ടായിരുന്നു. അത് കീഴടക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നു. അത് കീഴടക്കാൻ വേണ്ടി വല്ലാത്ത ത്യാഗം സഹിക്കേണ്ടി വന്നു. വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസവുമായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേന്ന് രാത്രിയിൽ പറഞ്ഞു, തലേന്ന് രാത്രിയിൽ ആ കോട്ട ജയിച്ചെടുക്കേണ്ടുന്നതിന്റെ തലേന്ന് രാത്രിയിൽ പറഞ്ഞു, ലഉഅ്തിയന്ന ഹാദിഹിർ റായ, ഈ പതാക ഞാൻ നാളെ കൊടുക്കുക തന്നെ ചെയ്യും. റജുലൻ, ഒരാളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അല്ലാഹു അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട വിജയിക്കും. അള്ളാന്റെ ഉദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിന്റെ കരങ്ങളിലൂടെ ഈ കോട്ട ജയിച്ചടക്കാൻ സാധിക്കുന്ന ഒരാളുടെ കയ്യിൽ ഈ പതാക ഞാൻ നാളെ ഏൽപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഗുണവും പറഞ്ഞു. യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും റസൂലും അദ്ദേഹത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളുടെ കൈകളിലേക്ക് ഈ പതാക ഞാൻ നാളെ പ്രഭാതത്തിൽ കൈമാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ പറയാണ്. ഫബാതന്നാസു യദൂഖൂന ലൈലതഹും, ആളുകളൊക്കെ രാത്രിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അയ്യുഹും യുഅ്താഹ, ആർക്കാണ് നാളെ ഈ പതാക കൈമാറപ്പെടുക എന്ന്. പ്രഭാതമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും വിളിച്ചു വരുത്തി. കൂട്ടത്തിൽ ചോദിച്ചു, ഐന അലി ഇബ്നു അബി ത്വാലിബ്, എവിടെ അലി? അലി എവിടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അപ്പോ പറയപ്പെട്ടു പ്രവാചകരോട്, ഹുവ യാ റസൂലല്ലാഹ് യശ്തകി ഐനൈഹി, കണ്ണിന് സുഖമില്ലാതെ കുറച്ച് മാറിയിട്ടാണുള്ളത്, കുറച്ച് മാറി നിൽക്കാണ്, ഇതിൽ പങ്കെടുത്തിട്ടില്ല, കുറച്ച് അപ്പുറത്തെ ടെന്റിലാ ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആളയച്ചു വരുത്തിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ അലി റളിയല്ലാഹു അൻഹു കണ്ണുവേദന, കണ്ണിങ്ങനെ ചുവന്ന് തൊടുത്ത് ചെങ്കണ്ണ് രോഗബാധിതനായി കണ്ണുമിഴിക്കാനാവാതെ വല്ലാത്ത വേദന സഹിച്ച് അലി റളിയല്ലാഹു തആല അൻഹു കഴിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാരില്ല വരാൻ പറഞ്ഞു. അവിടുത്തെ മഹത്വം നാം മനസ്സിലാക്കുക. അല്ലാഹു ഇവിടെ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പ്രകടമാക്കുകയാണ്. അതാണ് കേൾക്കാൻ പോകുന്നത്. അലി റളിയല്ലാഹു തആല അൻഹു മുമ്പിലെത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരൽപ്പം തുപ്പുനീരെടുത്ത് അവിടുത്തെ കണ്ണുകളിൽ പുരട്ടി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കണ്ണുകളിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുനീര് ചേർത്ത് പുരട്ടി. എന്നിട്ട് വദഅ ലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ശിഫയാക്കി കൊടുക്കണേ എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഫബറഅ ഹത്താ കഅൻ ലം യകുൻ ബിഹി വജഉൻ, യാതൊരു വേദനയും മുമ്പുണ്ടായിട്ടില്ലാത്തതുപോലെ പരിപൂർണമായി മഹാനവറുകളുടെ ഇരു കണ്ണുകളും സുഖപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹത്വം, അല്ലാഹു തആല അവിടുത്തെ കൈകളിലൂടെ ശിഫ നൽകിയ ഒരു മുഅ്ജിസത്ത് പ്രകടമായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തുപ്പുനീരെടുത്ത് പുരട്ടി ദുആ ചെയ്തു. ആരാ രോഗം ശമിപ്പിച്ചത്? ആരാ രോഗം സുഖമാക്കിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്തേ ചെയ്തുള്ളൂ? അവിടുത്തെ തുപ്പുനീര് എടുത്തു, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ പുരട്ടി കൊടുത്തു. ശിഫ നൽകിയത് അല്ലാഹുവാണ്. മുഅ്ജിസത്തുകളുടെ ഒക്കെ കാര്യതാണ്. പ്രവാചകന്മാർ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത് ചെയ്യും, ചെയ്യാൻ കഴിയാത്തത് അള്ളയാണ് നിർവഹിക്കുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകളിൽ ഇതുവരെ ഒരു വേദനയും ഉണ്ടായിട്ടേ ഇല്ലാത്ത പോലെ സമ്പൂർണമായി ശിഫയായി. ഫഅഅതാഹു റായ, പതാക അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അപ്പോ
അലി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉഖാതിലുഹും ഹത്താ യകൂനൂ മിസ്ലനാ, ഞാൻ അവരോട് പോരാടണോ, അവർ നമ്മെപ്പോലെയാകുവോളം? അതേ, പെട്ടെന്ന് ചെന്നുകൊണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യണോ? വളരെ പെട്ടെന്ന് അവരെ നശിപ്പിക്കണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അതേ, നീ അവരുടെ പ്രഭാതത്തിൽ നീ അവരുടെ അടുത്തേക്ക്, അവരുടെ സമീപത്തേക്ക് നീ കയറി ചെന്നിട്ട് അവരുടെ അടുക്കലേക്ക് നീ എത്തിച്ചേർന്നാൽ ഉടനെ അങ്ങ് അവരെ നശിപ്പിക്കാനോ അവരുമായിട്ട് പോരാടാനോ അല്ല ശ്രമിക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളോട് യുദ്ധം ചെയ്യാനും ആളുകളെ വെട്ടി നശിപ്പിക്കാനും അവരുടെ കൈകളിലുള്ളത് കവർന്നെടുക്കാനും നടക്കുന്ന മതമാണെന്ന് ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്ത കുബുദ്ധികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനൊരു മറുപടിയായി ഇവിടെ മനസ്സിലാക്കേണ്ടത്, അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ കയറി അങ്ങ് ശക്തമായി അറ്റാക്ക് ചെയ്തോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലി, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യണ്ട. അവരെ പരാജയപ്പെടുത്തിയിട്ട് അവരെ കൊന്നു തള്ളിയിട്ട് അവരുടെ മുതല് കവരലല്ല നമ്മുടെ മുഖ്യമായ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണെന്നോ അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നീ അവരുടെ സമീപത്ത്, അവരുടെ മുറ്റത്ത് ചെന്നിറങ്ങിയാൽ സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, നീ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അലി നീ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. വഅഖ്ബിറുഹും, എന്നിട്ട് നീ അവരെ അറിയിക്കണം, ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹി, അല്ലാഹുവിനോട് നിങ്ങൾക്കുള്ള കടമകൾ എന്താണ്? അവനെ മാത്രം ആരാധിക്കലാണ്, അവനോടൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്, അല്ലാഹുവിന്റെ റസൂലായ എന്നെ നിങ്ങൾ അനുസരിക്കലാണ്. ആ നിലക്കുള്ള നിയമങ്ങൾ അവരോട് നീ പഠിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു വാചകം നമ്മളൊക്കെ മനഃപ്പാടമാക്കി വെക്കേണ്ട ഒരു വാചക. ഇത് പറഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവരുടെ അടുക്കൽ ചെന്ന് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തി തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞതിലേക്ക് ക്ഷണിക്കണം. എന്താ കാരണം? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ, അല്ലാഹ് നിന്റെ കൈ മുഖേന ഒരാളെയെങ്കിലും നേർമാർഗത്തിലാക്കുന്നതാണ്. ഖൈറുൻ ലക, നിനക്ക് ഏറ്റവും ഉത്തമം, മിന്നൻ യകൂന ലക ഹുംറുൻ നഅം, വില കൂടിയ ചുവന്ന നിറത്തിലുള്ള ഒട്ടകക്കുട്ടികളെ നിനക്കുണ്ടാകുന്നതിനേക്കാളും. അന്ന് അറബികളുടെ സമ്പത്തിലെ ഏറ്റവും മികച്ച മുതലാളിയായിട്ട് അറിയപ്പെട്ടിരുന്നത് നല്ല ചുവപ്പ് നിറത്തിലുള്ള തുടുത്ത് കൊഴുത്ത ഒട്ടകങ്ങളും കുതിരകളുമൊക്കെ ആർക്കാണുള്ളതെങ്കിൽ അയാൾ അന്നത്തെ വമ്പിച്ച സമ്പന്നനായിരുന്നു. സമ്പന്നതയുടെ അടയാളം അതായിരുന്നു. അതേ, അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നീ മുഖേന ഒരാളെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ, നീ മുഖേന ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ, അതാണ് ചുവന്ന ഒട്ടകക്കുട്ടികളുടെ മുതലാളി നീ ആകുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്. അങ്ങനെ ആ വസിയത്തും കേട്ടുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു കോട്ട ജയിച്ചടക്കാൻ വേണ്ടി പോകുന്നത്. വിളിച്ചു പറഞ്ഞു, ഇസ്ലാമിന്റെ കൃത്യമായ അധ്യാപനങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് വിളിച്ചു പറഞ്ഞു. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടായില്ല. ശക്തമായ പ്രതിരോധങ്ങളും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാനുള്ള ശ്രമങ്ങളും. അവരുടെ ഏറ്റവും വലിയ കൊലകൊമ്പനായ ജൂത നേതാവായിരുന്നു മിർഹബ്. അവൻ വലിയ ശക്തനായിരുന്നു. അതെ, അവനെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു ലക്ഷ്യം വെച്ചു. അവനെ തന്നെ ലക്ഷ്യം വെച്ചു. ശക്തമായ നിലക്കുള്ള അറ്റാക്കിലൂടെ അവരുടെ ഏറ്റവും വലിയ നേതാവിന്റെ കഥ അലി റളിയല്ലാഹു തആല അൻഹു കഴിച്ചു കളഞ്ഞു. അവനെ തന്നെ കൊന്നു. വലിയ നേതാവ് തന്നെ പോയതോടുകൂടി സർവ്വ യഹൂദികളും പേടിച്ചു. സർവ്വ യഹൂദികളും പതറിപ്പോയി. എല്ലാവരും അവരവരുടെ കോട്ടകളിലേക്ക് തന്നെ പിന്നെയും പിൻവാങ്ങുകയാണ്. മുസ്ലിമീങ്ങൾ എരച്ച് കയറി ഓരോ കോട്ടകളായിക്കൊണ്ട് പിന്നെയും പിന്നെയും കീഴടക്കി. എല്ലാ കോട്ടകളും മുസ്ലിമീങ്ങൾക്ക് അധീനത്തിലായി. ഖൈബർ പൂർണ്ണമായും മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് ഇങ്ങോട്ട് വന്നു. എല്ലാവരും എല്ലാ രൂപത്തിലുള്ള കോട്ടകളും ഒന്നൊഴിവാക്കാതെ ശക്തമായ മുന്നേറ്റത്തിലൂടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ
ഖൈബർ മുഴുവനായി മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ടു. ഖൈബറിലെ ജൂതന്മാര് മുഴുവനും മുസ്ലിമീങ്ങളുടെ കീഴിൽ. അവരതാ ഇങ്ങോട്ട് വന്ന് ഇല്ല, ഞങ്ങളിനി യുദ്ധത്തിനില്ല, സമരത്തിനില്ല എന്ന നിലക്ക് അവർ കീഴൊതുങ്ങുകയാണ് ചെയ്തത്. ഈ സംഘട്ടനത്തിൽ നമ്മൾ പഠിച്ചു വെക്കണം, 93 ജൂതന്മാരുടെ കഥ കഴിഞ്ഞു. 93 ജൂതന്മാർ ഖൈബർ യുദ്ധത്തിൽ മരണപ്പെട്ടു. വലിയ നേതാക്കളടക്കം 93ഓളം ആളുകൾ. മുസ്ലിമീങ്ങളിലോ 15 പേര് രക്തസാക്ഷികളായി. 15 ശുഹദാക്കൾ ഖൈബറുമായി ബന്ധപ്പെട്ട സംഘട്ടനത്തിൽ വഫാത്തായിട്ടുണ്ട്. അതേ അവസരത്തിൽ യഹൂദികൾ 93 ആളുകൾ ഖൈബറിൽ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഖൈബർ മുസ്ലിമീങ്ങളുടെ അധീനതയിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളോട് പറഞ്ഞു, നിങ്ങൾ ഇവിടം വിട്ട് പോകണം, ഖൈബർ വിട്ട് പോകണം നിങ്ങൾ എന്ന് പറഞ്ഞപ്പോ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് വളരെ താഴ്മയോടെ ഒരു അപേക്ഷ പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ മുഹമ്മദ് ദഅനാ നകൂനു ഫീ ഹാദിഹിൽ അർളി, ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ തന്നെ വളർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഈ നാട്ടിലെ കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ച ആളുകളാണ്. ഞങ്ങൾക്ക് ഇതല്ലാത്തൊരു പണി അറിയൂല. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞേക്കരുത്. ഈ ഭൂമി നോക്കി നടത്തി ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഞങ്ങളെപ്പോലെ സാധിക്കൂല. കാരണം ഫനഹ്നു അഅലമു ബിഹാ മിൻകും, ഖൈബറിലെ പ്രദേശങ്ങളെ കുറിച്ചും അവിടുത്തെ കൃഷി രീതികളെ കുറിച്ചും നിങ്ങളെക്കാൾ അറിവുള്ളത് ഞങ്ങൾക്കാണ്. ഇത് പാരമ്പര്യമായി ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്ന ഒരു തൊഴിലാണ്. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കണം. ഇവിടെ നടക്കുന്ന കൃഷിയിൽ നിന്ന് നിങ്ങളുടെ ഭൂമിയാണല്ലോ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്, നിങ്ങളുടേതാണ്, ഞങ്ങളുടേതല്ല. നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഏത് കരാറിന്റെ അടിസ്ഥാനത്തിൽ? പകുതി നിങ്ങൾക്ക് തരാം. കിട്ടുന്ന ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാമെന്ന വ്യവസ്ഥയിൽ ഞങ്ങളെ ഇവിടെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കണം എന്ന് കീഴടങ്ങിയ യഹൂദികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് അപേക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് സമ്മതിച്ചു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ സഹാബത്തിനോ ഒന്നും ഇവിടെ ഖൈബറിൽ വന്ന് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയ കാർഷികമായ വിവരങ്ങളുള്ള ആളുകളോ ഒന്നും ഇല്ല. അപ്പൊ ഈ കൃഷിഭൂമി ഇങ്ങനെ വെറുതെ തരിശായി കിടക്കേണ്ടി വരും. മാത്രമല്ല നബിക്കും സഹാബത്തിനൊക്കെ വേറെ മത ദഅവത്തിന്റെ പ്രവർത്തനങ്ങൾ തന്നെ എമ്പാടുമുണ്ട്. അതൊക്കെ വിട്ടേച്ചുകൊണ്ട് ഖൈബറിൽ കൃഷി നോക്കാൻ വന്നാൽ ദീന് വളരൂല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ആ അപേക്ഷ നിരസിച്ചില്ല, അത് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് അവിടുത്തെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തു. കൃഷി നടക്കുമ്പോഴൊക്കെ ഓരോ കൊല്ലം പോയി കണക്ക് നോക്കി ആ രൂപത്തിൽ വിഹിതങ്ങൾ വിഹിതിച്ചു വെച്ച് മുസ്ലിമീങ്ങൾക്കുള്ള വിഹിതം വാങ്ങി അവർക്കുള്ള വിഹിതം വിട്ടുകൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഒരു സഹാബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. അങ്ങനെ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉത്തരവാദിത്തം അങ്ങനെ നോക്കി നടക്കുമ്പോൾ യഹൂദികളല്ലേ അവരുടെ മനസ്സിലൊരു പൂതി, ഇത്ര അങ്ങ് കൊടുക്കണ്ട. അതിന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് സോപ്പിട്ട് അദ്ദേഹത്തെ ഒന്ന് അനുനയിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് പാട്ടിലാക്കാൻ വേണ്ടി യഹൂദികൾ കുതന്ത്രം പ്രയോഗിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്താ അവർ ചെയ്ത പണി? അവര് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് കൈക്കൂലി കൊടുത്തു. കുറെ ധാരാളം സമ്പത്തും കാശൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ കുറച്ചൊക്കെ കണ്ണുമ്പിക്കാളി, ഇവിടെ നടക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്യണ്ട, അത് കുറച്ചേ ഉള്ളൂ, നിങ്ങൾ കണക്കെഴുതുന്നതാണല്ലോ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അറിയാം, അതുകൊണ്ട് ഒന്ന് കമ്മി വരുത്തണം, ഒന്ന് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, നമുക്ക് എന്താ വേണ്ടതെങ്കിൽ ചെയ്യാം എന്ന മട്ടിൽ അതേ കൈക്കൂലി കൊടുക്കാനും അതിനു വേണ്ട രൂപത്തിലുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനും യഹൂദികൾ തയ്യാറായപ്പോൾ നീതി പഠിച്ചിട്ടുള്ള സഹാബിയായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, യാ അഅദാ അല്ലാഹുവിന്റെ ശത്രുക്കളെ, തുതഇമുനി അസ്സുഹത, നിങ്ങൾ എന്നെ കൊണ്ട് അധർമ്മം തീറ്റിക്കാനാണോ നോക്കുന്നത്? ഹറാം തീറ്റിക്കാൻ നോക്കുകയാണോ? വല്ലാഹി ലഖദ് ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിന്നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. റസൂലാണല്ലോ എന്നെ പറഞ്ഞേച്ചത്. വല അൻതും അബ്ഗദുന്നാസി ഇലയ്യ മിൻ ഉദ്ദതികും മിനൽ ഖിറദതി വൽ ഖനാസീർ, നിങ്ങൾക്ക് എന്ത് കഴിവും സമ്പത്തുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും എന്റെ കണ്ണിൽ കുരങ്ങന്മാരെക്കാളും പന്നികളെക്കാളും എനിക്ക് വെറുപ്പുള്ളവരാണ് നിങ്ങൾ.
എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ട്. എന്നാലും വലാ യഹ്മിലുനി ബുഗ്ളി ഇയ്യാകും, നിങ്ങളോടുള്ള വെറുപ്പ് എന്നെ പ്രേരിപ്പിക്കൂല. വഹുബ്ബി ഇയ്യാഹു, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിനോടുള്ള എന്റെ ഇഷ്ടവും എന്നെ പ്രേരിപ്പിക്കൂല. അലാ അല്ലാ അഅ്ദിലൈക്കും, നിങ്ങളോട് നീതി കാണിക്കുന്നതിന് എനിക്കതൊന്നും തടസ്സമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൈക്കൂലി തന്ന് മയക്കാൻ നോക്കണ്ട. എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളോടുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ മേലില്ലാത്തത് ഞാൻ ചെലുത്തൂല, ചുമത്തുകയില്ല. അള്ളാന്റെ റസൂലിനോടാണ് എനിക്ക് സ്നേഹം എന്നതുകൊണ്ട് നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് എന്താണോ നബി തങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതെങ്കിൽ അതിലപ്പുറം ഞാൻ ചെയ്യൂല. നിങ്ങളോട് വെറുപ്പുണ്ടെന്ന നിലക്ക് കൂടുതൽ ചെയ്യാനോ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെന്ന നിലക്ക് നിങ്ങളോട് അനീതി കാണിക്കാനോ ഞാൻ തയ്യാറാവുകയില്ല. മഹാനവറുകൾ അവിടെ ജൂതന്മാർക്ക് ഇസ്ലാമിന്റെ നീതി എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തു. ജൂതന്മാര് പറഞ്ഞു, ഇത് കേട്ടപ്പോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ, ബിഹാദാ ഖാമത്തിസ് സമാവാതു വൽ അർദ്, ഇത്ര വലിയ നീതിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആകാശഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. യഹൂദി വരെ സമ്മതിക്കേണ്ടി വന്നു, ഇസ്ലാം നീതിയുടെ മതമാണ്, ഇസ്ലാം ഏറ്റവും വലിയ നീതി നടപ്പിലാക്കുന്ന മതമാണ് എന്ന്. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സാക്ഷിയായ സ്ഥലമാണ് ഖൈബർ. ഇതോടനുബന്ധിച്ച് ഖൈബറുമായി ബന്ധപ്പെട്ട 1-2 സംഭവങ്ങൾ കൂടിയുണ്ട് സുഹൃത്തുക്കളെ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഴിത്താരെ അനുഗമിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനകളോട് ധിക്കാരം കാണിക്കുന്ന ധിക്കാരികളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ وألحقنا بالصالحين. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن. اللهم ربنا تقبل منا إنك أنت السميع العليم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.